സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ, നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. കൽക്കട്ടയിൽ അദ്ദേഹം വിമാനമിറങ്ങി, ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നു. സർ, മാർക്കോ റൂബിയ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയെ അവരുടെ പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുന്നു എന്ന ഒരു വാർത്തയുമായാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അങ്ങനൊരു ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതായി പറയുന്നു. സർ, 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ അമേരിക്കൻ സെക്രട്ടറി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ യാത്ര, അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് ഉണ്ടായിട്ടുള്ള ക്ഷണനം, ഇതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാമോ സർ? നമുക്ക് ഭാരതത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് അല്ലെ? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിൽ വരുന്നു, മാർക്കോ റൂബിയോ വരുന്നു. അദ്ദേഹം കൽക്കട്ടയിൽ ഇറങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മിഷണറി ചാരിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ മദർ തെരേസയുടെ ആശ്രമത്തില് അവരുടെ സ്ഥാപനത്തിൽ അവിടെ അദ്ദേഹം പോയിരുന്നു. അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് കൽക്കട്ടയിൽ ഇറങ്ങാൻ കാര്യം, അതുകൊണ്ടാണ്. അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് വന്നത്. പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. കണ്ട ശേഷമാണ് ഇപ്പൊ നമ്മൾ ഈ പുതിയ പ്രസ്താവന വരുന്നത്, നമ്മുടെ അറിവ് നമുക്ക് വരുന്നത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ട്രംപിന്റെ ക്ഷണക്കത്തുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്, വിദേശകാര്യ സെക്രട്ടറി വന്നിരിക്കുന്നത്. അതൊരു വലിയ സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി നോക്കുമ്പോഴാണ് ഇത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും അതോടൊപ്പം തന്നെ ട്രംപിന്റെ ക്ഷണവും. ട്രംപ് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയോട് അമേരിക്കയിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇന്ത്യക്ക് ഒരു അഭിമാന മുഹൂർത്തം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പശ്ചിമേഷ്യൻ സംഘർഷത്തില് ആവശ്യവും അനാവശ്യവുമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ് അല്ലേ? ചില സമയത്ത് പറയും ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തുകയാണ്, അമേരിക്കയിലെ അവിടുത്തെ JD വാൻസ്, അവിടുത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു സംഘത്തെ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുന്നു, ഇറാന്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ചർച്ച നടത്തുകയാണ്, ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്നും പറഞ്ഞ് ഒരു ഭാഗത്തോടെ അവർ സംസാരിക്കും. മറ്റൊരു ഭാഗത്തോട് അങ്ങനെയല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കുള്ള ശ്രമം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്ക് അമേരിക്കൻ പാകിസ്ഥാനിൽ പരിശീലനം കൊടുത്ത പട്ടാളക്കാരെ അങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ ഒരു ഇരട്ടത്താപ്പിൽ പാകിസ്ഥാൻ കിടന്ന് കളിക്കുകയാണ്. പക്ഷെ പാകിസ്ഥാന്റെ ഒരു ഭരണാധികാരിയെയും ഔദ്യോഗികമായിട്ട് ട്രംപ് ക്ഷണിച്ചതായിട്ട് നമ്മുടെ ഒരു അറിവിലില്ല. ഇവർ അങ്ങോട്ട് ചെന്ന് സഹായം ചോദിച്ചതായിട്ടാണ് മാധ്യമങ്ങളിൽ നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ ഇത്തരത്തിലുള്ള വിദേശകാര്യ സെക്രട്ടറി പോലെയുള്ള വലിയ ഉന്നത പദവിയിലുള്ള ഒരാൾ വന്നിട്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഈ സങ്കീർണമായ സാഹചര്യത്തില് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് വലിയ അഭിമാനകരമായ കാര്യം തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ക്ഷണം വന്നെന്നുള്ളതാണ് ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഓരോ മാധ്യമങ്ങൾ ഓരോ തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം വന്നത് അമേരിക്കൻ എംബസിയുടെ ഒരു അനക്സിന്റെ ഉദ്ഘാടനം ഡൽഹി നടക്കുന്നുണ്ട്. അമേരിക്കൻ എംബസിയുടെ അനക്സ് അവിടെ ഡൽഹി ഉദ്ഘാടനമുണ്ട്. അതേപോലെ തന്നെ മദർ തെരേസയുടെ ആശ്രമത്തിൽ പോയിരുന്നു, അവിടെയും കാര്യങ്ങളുണ്ട്. അപ്പൊ ചില മാധ്യമങ്ങൾ പറയുന്നത് FCRAയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കത്തോലിക്ക സഭയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്, FCRA നിയമം വരികയാണ്. ആ നിയമം പരിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്തില് സഭയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. അവര് ഇതുവരെ ആർജിച്ചിരുന്ന സ്വത്തുക്കളിലൊക്കെ ഒരുപാട് നഷ്ടം വരും. അത് മദർ തെരേസയുടെ നടത്തുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് നഷ്ടം വരുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉള്ള റിപ്പോർട്ടുകളാണ് കേട്ടത്. ഇതിന്റെ ആധികാരികത നമുക്കറിഞ്ഞുകൂടെ ഇത്തരം കാര്യങ്ങള്. പക്ഷേ പ്രധാനമന്ത്രി അന്ന് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ കൃത്യമായിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു കാരണവശാലും അവരുടെ ഒരു സ്ഥാപനങ്ങളിലും അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യമെന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെയല്ല. തന്ത്രപ്രധാനമായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ രാഷ്ട്രീയമാണ് ഇപ്പൊ നിൽക്കുന്നത്. പശ്ചിമേഷ്യ കത്തുകയാണല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു താൽക്കാലിക ശാന്തി അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം അല്ലേ? കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും യുദ്ധം ആരംഭിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഇറാന്റെ ഭാഗത്തുനിന്നും മറുപടി വന്നു. അവര് പറഞ്ഞത് ഇനിയും ഒരു യുദ്ധത്തിനാണ് ആക്രമണത്തിന് വല്ലതും വന്നു കഴിഞ്ഞാല്
നിങ്ങളെ ചില സർപ്രൈസ് കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് വാക്കാണ് അവർ ഉപയോഗിച്ചത്. സർപ്രൈസ്, ചില അത്ഭുതങ്ങൾ ഞങ്ങൾ കാണിക്കുമെന്നാണ്. അതായത് ഇതുവരെ പുറത്തെടുക്കാത്ത എന്തെങ്കിലും ആയുധം പുറത്തെടുക്കുമെന്നായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു താൽക്കാലിക വെടിനിർത്തൽ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് എന്തിന് ട്രംപ് വരുന്നു, ട്രംപിന്റെ നമ്മളെ അതായത് സാർ ഇപ്പൊ കേൾക്കുന്നത് $500 മില്യൺ കരാറുമായിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയത് എന്നാണ്. അയ്യപ്പദാസ് ശരിയാണ്. എപ്പോഴും വരുമ്പോഴും അവര് ബിസിനസ്സുകാരാണ്. ട്രംപ് എന്ന് പറയുന്ന പക്ക ബിസിനസ്മാൻ ആണ്. അമേരിക്ക ഒരു പിന്നെ അത്തരം ബിസിനസ്സുകൾ അവര് എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പൊ ചൈനയിലേക്ക് എന്തിനാ പോയത്? ചൈനയിലേക്ക് പോയതും അങ്ങനെയാണ്. അവരുടെ പഴയ ആയുധങ്ങൾ, ഒരുപാട് ആയുധ കച്ചവടമുണ്ട്, എണ്ണ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ചൈനയും നമ്മളെ പോലെ എണ്ണ മേടിക്കുന്ന രാജ്യമാണല്ലോ. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങളുടെ കുറച്ച് എണ്ണ എന്റെ വെനിസ്വേലയിലുണ്ട്, ഇനി ഞാൻ ക്യൂബ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിടും. അപ്പൊ അതുകൊണ്ട് ഇത്തരം ബിസിനസ്സിനൊക്കെയാണ് ഇദ്ദേഹം പോകുന്നത്. അത് സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പുറകിൽ മറ്റു ചില അജണ്ടകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ പിന്നെ ചൈനീസ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ കാര്യങ്ങളൊക്കെ കൊള്ളാം, നമുക്ക് ബിസിനസ്സും ഡീലും ഒക്കെ ചെയ്യാം, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തായ്വാനെ തൊട്ട് കളിക്കരുത്, അല്ലെ? നമ്മുടെ പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു. കാരണം അവിടെ അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് ആയുധം സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെ? ചൈന ഏത് സമയത്തും പിടിച്ചെടുക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഇതുമാണ്, അവരുടെ ഒരു ഭാഗം തന്നെയാണല്ലോ തൈവാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ബിസിനസ് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇന്ത്യയിൽ ഈ 500 മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ് സെക്രട്ടറി വന്നത്. സാർ, അപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ കാർഷിക സംബന്ധമായിട്ടുള്ള കരാറ്, കാർഷിക മേഖലയിലുള്ള അത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുമൊക്കെ അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടെന്നുമാണ് പറയുന്നത്. ആ കരാർ ഇപ്പൊ അങ്ങനെയാണ്. നമ്മളിപ്പോ പറഞ്ഞ ആഗോള കരാറുകളിലൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാര്യം ചിലയിടത്ത് പോസിറ്റീവ് ആവും, ചിലയിടത്ത് പിന്നെ നെഗറ്റീവായിട്ട് വരും. നമ്മുടെ പാല്, മറ്റേ അതുബന്ധ ക്ഷീര ഉൽപ്പന്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഇറക്കുമതി ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. കാരണം അവർ സർപ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ കൂടെ കണക്കാക്കിയിട്ട് മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രി അക്കാര്യത്തിൽ തീരുമാനം എടുക്കാറുള്ളൂ. അല്ലാതെ ഏത് ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമുക്ക് ആകെപ്പാടെ നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, നമുക്കൊരു ഡിപ്പെൻഡൻസി, നമ്മുടെ ഒരു ആശ്രയത്വം എന്ന് പറയുന്നത് ഊർജ്ജ മേഖലയാണ്. ഊർജ്ജ മേഖലയിൽ ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ എൽ പി ജിയുടെ കാര്യത്തിൽ നമ്മൾ വിഷമിച്ചു പോയത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന് 3 മാസത്തെ ശേഖരമില്ലായിരുന്നു. അന്ന് നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ വില കുറച്ച് ക്രൂഡ് കിട്ടുമ്പോൾ വാങ്ങിച്ചു കൂട്ടിയപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് രാജ്യങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തിനാ ഇയാൾ മേടിക്കുന്നത്? പ്രതിപക്ഷ പാർട്ടികളുടെ തന്നെ എന്തെല്ലാം ആരോപണങ്ങൾ ഇവിടെ വന്നത്, ഈ എണ്ണയെല്ലാം കൂടെ എന്തിനാ മേടിച്ചു കൂട്ടുന്നെന്ന്. ഇപ്പൊ നമ്മളതിനെ അനുഭവിച്ചില്ലേ? നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും ഓരോ രാജ്യങ്ങളും എടുത്തു നോക്കുക, അവിടെയെല്ലാം 50 രൂപയിൽ കുറയാത്ത വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ആ സമയത്ത് നമുക്കിപ്പോ കഷ്ടിച്ച് 4 രൂപയുടെ വർധന നമുക്ക് വരുത്തിയിട്ടുള്ളൂ നമ്മുടെ സർക്കാർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഊർജ്ജ പ്രതിസന്ധി നമുക്കുണ്ട്. അത് സത്യമാണ്. ഈ ഹോർമോസിലെ പ്രശ്നം നിൽക്കുന്നിടത്തോളം കാലം ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. അതല്ലാതെ നമ്മുടെ കാർഷിക നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിക്ക് പരമപ്രാധാന്യം കൊടുത്ത് മാത്രമേ ഇത് സംരക്ഷിക്കത്തുള്ളൂ, യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറയുന്നത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അതിപ്പോ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു സത്യമാണ്. കാരണം ബംഗ്ലാദേശ് അവിടെ പറഞ്ഞില്ലേ, രണ്ടും കെട്ട ഒരു നയത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ വളർത്തിയെടുത്ത് നമ്മൾ സ്വരൂപിച്ചു കൊടുത്ത ഒരു രാജ്യം നമുക്ക് നേരെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജൻസി വിപ്ലവം, നമ്മൾ ഈ പറഞ്ഞ പാറ്റ സംഘം എന്നൊക്കെ കോക്രോച്ച് പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞതുപോലെ അവിടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ ഒരു സംഘം കയറി അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞ യൂനിസിനെ വെറുതെ വെച്ചേക്കെന്നുള്ളതേ ഉള്ളൂ. ഇവരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം മാറിയല്ലോ, യൂനിസ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുതിയ ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിടിച്ചെടുക്കുന്ന സമയത്ത് ഇത്തരം ആൾപേരായിട്ട് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ഇന്റർനാഷണൽ പേര് കൊടുക്കുന്നതിനൊക്കെയാണ്. പക്ഷെ ഇപ്പൊ സംഭവം അവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു താവളം അവിടെ പണിയാനായിട്ടുള്ള ശ്രമമാണ്. അമേരിക്കയെ അവിടത്തേക്ക് കൊണ്ടുവരിക, ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരിക, അതാണ് അവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അമേരിക്ക തന്നെ അനുസരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ് ആണത്. അവർക്കിപ്പോ ശ്രീലങ്ക അടുത്ത് കിടക്കുന്നു, അതേപോലെ ചൈനയുടെ സാമീപ്യം കിടക്കുന്നു. പിന്നെ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ വലിയ സന്തോഷമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ശത്രുവിനെ വിളിച്ചു വരുത്താനുള്ളൊരു ശ്രമം ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്.
അമേരിക്കയ്ക്ക് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളില്ലേ, നമ്മുടെ ഈ പറയുന്ന UAE അടക്കമുള്ള മറ്റേ രാജ്യങ്ങളിലൊക്കെ, സൗദി ആണെങ്കിൽ അവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബേസ് വേണ്ട. ഖത്തറും ഒക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കൻ കുട ഞങ്ങൾക്ക് ഇനിയും വേണ്ട, ഈ കുട എങ്ങനെയെങ്കിലും അങ്ങ് എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാന്റെ ഇത്രയും പേര് സമ്മർദ്ദം അനുഭവിച്ചെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ബംഗ്ലാദേശിൽ ഒരു ബേസ് കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ബംഗ്ലാദേശിലെ ഈ പറയുന്ന ഭരണകൂടം തയ്യാറാകുകയും ചെയ്യും. അവരതിന് തയ്യാറാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംബന്ധിച്ചിടത്തോളം പ്രധാന ശത്രു എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് അതിനെ ഏതെങ്കിലും തരത്തിൽ അസ്ഥിരപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിലെ പുതിയ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ആക്കം കൂട്ടിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശികളെ മുഴുവൻ അവിടുത്തെ BJP സർക്കാർ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കമ്പിവേലി കെട്ടിയിട്ട് അവിടെ വല്ലതും സംരക്ഷിക്കണം. നമ്മുടെ അതിർത്തി മുഴുവൻ കമ്പി വേലിയിട്ട് സംരക്ഷിക്കാൻ പോവുകയാണ്. മമതാ സർക്കാർ ഇതുവരെ സ്ഥലം കൊടുക്കാഞ്ഞത് കൊണ്ട് ആ കാര്യം നടക്കാതെ പോയതാണ്. അത് സുവേന്ദു അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് അതെല്ലാം നടപ്പാക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഇവർ ചിക്കൻ നെക്കിലേക്ക്. അപ്പോഴങ്ങനെ ഈ ബംഗ്ലാദേശ് ഈ പതുക്കെ പമ്മി വരുന്ന കാര്യം നമുക്ക് മനസ്സിലായി. അമേരിക്കയ്ക്ക് അവിടെ താവളം ഒരുക്കി കൊടുക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. പശ്ചിമ ബംഗാളിലെ ഭരണമാറ്റമാണ് അവരെ പെട്ടെന്ന് അതിന് പ്രേരിപ്പിച്ചത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശികള് ഒരു 10-40 ലക്ഷത്തോളം നേരെ ബംഗ്ലാദേശിലേക്ക് ചെന്ന് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ വിളിക്കുകയാണ്, അമേരിക്കയെ കൂട്ടിന് വിളിക്കുകയാണ്. പക്ഷെ നമ്മൾ ചിക്കൻ നെക്കിലൊക്കെ നമുക്ക് സൈനിക സന്നാഹം നമ്മൾ കൂട്ടുകയാണ്, BSF-നെ ഇറക്കുന്നുണ്ട്, അവിടെ കിലോമീറ്ററുള്ള നമ്മൾ അതിർത്തി പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടു. അതുകൊണ്ടാണ് റഷ്യയുമായിട്ട് നമ്മൾ പറയുന്ന റീലോസ് എഗ്രിമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെയും റഷ്യയുടെയും സൈന്യങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക, സൈനിക സംവിധാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് 3000-ഓളം ഭടന്മാരെ, 3000-ഓളം സൈനികരെ എടുക്കാം. അതേപോലെ തന്നെ 5 യുദ്ധക്കപ്പലുകൾ പരസ്പരം വിന്യസിക്കാം. അതേപോലെ തന്നെ 10 യുദ്ധവിമാനങ്ങളും. അതായത് ഇത്രയും സംവിധാനങ്ങള് ഇന്ത്യക്ക് റഷ്യ തരും, നമ്മളും തിരിച്ചവർക്ക് കൊടുക്കണം. ഇതാണ് അവിടെ ഈ കരാറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏത് സമയത്തും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാകും. ഇപ്പൊ റഷ്യ എന്ന് പറയുന്ന ഒരു മഹാശക്തി ഇന്ത്യക്കകം സാന്നിധ്യം, അവിടെ 3000-ഓളം റഷ്യൻ ഭടന്മാര്, അവരുടെ 5 യുദ്ധക്കപ്പലുകൾ, അതേപോലെ തന്നെ 10 വ്യോമസേനാ സംവിധാനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഇന്ത്യക്കകത്ത് ഉണ്ടാകും. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇതിനുള്ള കപ്പലുകൾക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം നമ്മൾ അവർക്ക് ഒരു തന്ത്രപ്രധാന മേഖലയായിട്ട് അവർക്ക് സൈനിക സാന്നിധ്യം അനുവദിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും കിട്ടും, റഷ്യയിലും കിട്ടും. റഷ്യ എക്കാലത്ത് നമ്മുടെ വിശ്വസ്തരായ പാർട്ണറായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പഴയ യുദ്ധകാലത്ത് പോലും അവര് കപ്പൽപ്പടയെ വിട്ട് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. അമേരിക്കൻ കപ്പൽപ്പടയെ വിട്ട് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മളോടൊപ്പം തോളോട് ചേർന്ന് നിന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ റഷ്യ ആ സമയത്ത് കൃത്യമായി വാണിംഗ് കൊടുത്തിരുന്നു, അങ്ങനെ ഏതെങ്കിലും കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങും, ഞങ്ങൾ അതിന് ബദലായിട്ട് ഞങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കപ്പൽപ്പട തിരിച്ചു പോവുകയും ചെയ്തത്. അങ്ങനെ കപ്പൽപ്പട തിരിച്ചു പോവുകയും ചെയ്തൊരു ചരിത്രമുണ്ട് നമ്മുടെ പഴയ യുദ്ധകാലത്ത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഏറ്റവും നമ്മുടെ വിശ്വസനായ പാർട്ണറാണ് റഷ്യ. അതുകൊണ്ടാണ് നമ്മൾ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത്. റഷ്യയുടെ ഉണ്ട് ധാരാളം എണ്ണ, ക്രൂഡ് അവരുടെ ഉണ്ട്. അത് തന്നെ നമുക്ക് വില കുറച്ചല്ലേ തരുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിനേക്കാളിലെ 10 മുതൽ 10-15 ഇന്ത്യൻ കറൻസി പ്രകാരമാണ് 15 രൂപ വരെ കുറച്ചാണ് നമുക്ക് ക്രൂഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബലസഹായത്തിന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയി പോകുമോ? അതായിരുന്നു ട്രംപിന്റെ ഒരു പേടി എന്ന് പറയുന്നത്. ഇന്ത്യയും ഇനി അങ്ങനെ സ്വയം പര്യാപ്തരായ, അത് ഇടയ്ക്ക് ഒരു തമാശ മട്ടി പറയുമായിരുന്നല്ലോ, ഇനിയിപ്പോ ഒന്നും പേടിക്കണ്ട, ഇന്ത്യയിൽ നിന്നൊക്കെ എണ്ണ ഇറക്കുമതി ഉണ്ടാകുമെന്ന്. കാരണം നമ്മളിത് വാങ്ങിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് ഇദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. ഇത് ഒരു കച്ചവടക്കാരനാണല്ലോ ഇദ്ദേഹം. നമ്മൾ വെനസ്വേലയിലെ മര്യാദയ്ക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിനെ ചാടി കയറി പിടിക്കുകയാണ്. അത് നമുക്കറിയാം എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എണ്ണ വലിയ സമ്പത്തുള്ള എണ്ണ സമ്പത്തിലെ ലോകത്തിലെ അത് പിടിച്ചെടുത്തു കഴിഞ്ഞു പുള്ളി. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് മറ്റേ പ്രസ്താവന നടത്തിയത്. ആർക്കെങ്കിലും എണ്ണ വേണോ എന്നൊക്കെ ചോദിച്ചു നടക്കുക, ക്രൂഡ് വേണേ ഞങ്ങൾ തരാൻ. നമ്മളോടും ചോദിച്ചിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് റിപ്പോർട്ട് പ്രകാരം നമ്മൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. വെനസ്വേല എണ്ണ ഇനി അമേരിക്ക പിടിച്ചെടുത്ത എണ്ണയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം ട്രീറ്റിയുടെ ഭാഗമാണ്, നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഹോർമുസിൽ ഇപ്പൊ ഈ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെന്റ് ആവും എന്നാണ് പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു എഗ്രിമെന്റ് വരികയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പൊ ടാക്സ് പിരിക്കുന്നുണ്ട്. അതിലെ ഒരു ചരക്ക് കടന്നു പോകുന്നതിനായിട്ട് ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ടാക്സ് പരസ്പരം ഷെയർ ചെയ്യാവുന്ന എന്തോ ഒരു ധാരണ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം കണ്ട് വരുന്ന വാർത്ത അങ്ങനെയാണ് വരുന്നത്. അത് അമേരിക്കയിൽ കുറച്ചെടുക്കാം, കുറച്ച് ഇറാനും കൊടുക്കാം. അപ്പൊ 2 കൂട്ടർക്കും. അതാണ് നമുക്ക് ഇയാളുടെ ഒരു ബിസിനസ് കണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ട്രംപിന്റെ ഇത്രയും യുദ്ധം ചെയ്ത് യുദ്ധം പരാജയമാകുകയാണ്.
യുദ്ധത്തിൽ ഏതാണ്ട് പരാജയം സംഭവിച്ചു. കാരണം സൈനിക നടപടി കൊണ്ടൊന്നും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുക എന്നുള്ള പുള്ളി കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി അത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഉപരോധം എടുത്ത് ഇപ്പൊ അമേരിക്കയിൽ പ്രശ്നമായി, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ കൊണ്ടെന്ന് അവിടെ പശ്ചിമേഷ്യയെ കൊണ്ട് പിടിച്ചു കളഞ്ഞെന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള വരുമാനം, അപ്പൊ അതിന് ഞാൻ കണ്ടിട്ട് ആ വരുമാനം കണ്ടെത്തിയിരിക്കുന്നു. ഹോർമുസ് കടലിലെ ഇനി അതുവഴി കടന്നു പോകുന്ന ഏതാണ്ട് 20% വെസൽസും അതുവഴിയാണ് കടന്നു പോകുന്നത്. ലോകത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെ 20-25% ഹോർമുസ് വഴിയാണ് പോകുന്നത്. അവിടുന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കി തരാവുന്നതാണ്. അപ്പൊ ഇത്തരം ബിസിനസ് കണ്ണുകളാണ് ഇദ്ദേഹത്തിനുള്ളത്. പിന്നെ ഊർജത്തിന്റെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ വൈദ്യുതി, അത് നമ്മുടെ ഒരു വലിയ ഘടകമാണ്. വൈദ്യുതി ഉത്പാദനം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ കൽപ്പാക്കം റിയാക്ടർ റെഡിയാകുകയാണ് കേട്ടോ. അപ്പൊ അതിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നില്ല, കൽപ്പാക്കം റിയാക്ടർ നമ്മളെ പറഞ്ഞ പോലെ അതിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാവുന്ന, അതായത് ഉത്പാദിപ്പിക്കുന്നതിനെ ഇരട്ടി വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ യുറേനിയം, പ്ലൂട്ടോണിയം യുറേനിയം പ്ലാന്റ് ഉണ്ടല്ലോ, അത് റെഡിയായി വരികയാണ്. അത് റെഡിയായി വരികയാണെന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത രാജ്യമായിട്ട് മാറും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയൊക്കെ, അതെ സാർ, ക്രൂഡ് ഓയിലൊക്കെ ഇറക്കുന്നതൊക്കെ കുറയും അല്ലേ സാർ? അതൊക്കെ കുറയും. ബാറ്ററി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും അല്ലേ? ഇതിൽ നിന്ന് മാറുകയാണ് നമ്മൾ. അതായത് ഇനിയിപ്പോ സാധാരണ ഫോസിൽ നമുക്ക് വേണ്ട, എണ്ണയുടെ പവറിന്റെ ആവശ്യം വരുന്നില്ല. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഒരു വലിയ കൺവേർഷനാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ. കാരണം ചീപ്പ് റേറ്റ് വരും, വളരെ ചീപ്പ് റേറ്റിലാണ് വൈദ്യുതി സംവിധാനങ്ങൾ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. വലിയ താമസം വരത്തില്ലെന്നാണ്. കൽപ്പാക്കം ഏതാണ്ട് മഹാബലിപുരത്തിനടുത്താണ് അത് കിടക്കുന്നത്. അത് ഏതാണ്ട് റെഡിയായി വരികയാണ്. അതായത് ഫുൾ സിംഗിലേക്ക് എത്താനായിട്ട് ഏതാനും ഒരു വർഷം, അതിന്റെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടായിരുന്നു, ഒരു മിനിമം ഇത്ര വർഷത്തിനിടയിൽ നമ്മൾ ഫുൾ സിംഗിലെത്തും. ഫുൾ സിംഗിലേക്ക് നമുക്ക് അധികമാണ്, നമുക്ക് വൈദ്യുതി അധികമായിട്ട് വരും. ഏതായാലും സാർ, നമ്മുടെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്നത്തെ ഈ സാമ്പത്തിക വളർച്ചയിലും അല്ലാതെയുള്ള നമ്മളിപ്പോൾ സ്വയം പര്യാപ്തതയിലും ഒക്കെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പോലെ അല്ല, വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് സാർ. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കൻ സെക്രട്ടറി വശം ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ബാക്കി വശങ്ങൾ, അതായത് ഈ പറയുന്ന $500, അതെ, $500 മില്യൺ വ്യാവസായിക കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ കാർഷികമുണ്ട്, മറ്റ് ഒരുപാട് ഉടമ്പടികൾ അതിലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ഇങ്ങനൊരു ക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എത്ര കൊണ്ട് ഗുണമാകും എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അത് ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു പക്ഷെങ്കിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിനകത്ത് ഇതിനകത്തിലും പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ കഴിയുന്ന ആള് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നാണല്ലോ ലോകരാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം അതുകൊണ്ടാണ്, UAE അടക്കമുള്ള രാജ്യങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. സൗദി തന്നെ എത്രയോ തവണ പറഞ്ഞു, അവര് തന്നെ പറഞ്ഞു ഇതിനകത്തില്, അല്ലെങ്കിൽ റഷ്യ പറയുന്നുണ്ടായിരുന്നു, ഉക്രൈൻ പറയുന്നുണ്ടായിരുന്നു, അവരും പറയുന്നുണ്ടായിരുന്നു ഈ യുദ്ധം. അതേപോലെ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടാമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തിന് മാത്രമേ രണ്ട് കൂട്ടരോടും ഏതാണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. പാകിസ്ഥാനൊക്കെ കുനിഞ്ഞു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വിധേയന്മാരാണല്ലോ, അല്ലേ? കട്ടം കെട്ടി കുനിഞ്ഞു നിന്നൊക്കെ സംസാരിക്കാവുന്ന രാജ്യങ്ങൾ. അതൊന്നും ഒരു മധ്യസ്ഥ രാജ്യം എന്നൊന്നും പറയാനൊന്നുമില്ല. അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്നേച്ച് കൈനീട്ടി നിൽക്കുന്ന രാജ്യമാണ്. അവരെന്തോ മധ്യസ്ഥ നടത്താനാണ്. ലോകരാജ്യങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നതാണ് പ്രധാനമന്ത്രി ഇടപെടാമെങ്കിൽ മാന്യമായ ഒരു തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ധരിക്കാം അല്ലേ സാർ? ഒരു വേള ചിലപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനായിരിക്കാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് നമുക്ക് ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത് സംബന്ധിച്ച് കൃത്യമായ മെസ്സേജുകളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, ഇസ്രായേലിന്റെ അദ്ദേഹം സന്ദർശനം നടത്തി നമ്മുടെ ചില വ്യവസായ വാണിജ്യ കരാറുകൾ അദ്ദേഹം ഒപ്പിട്ട് തിരിച്ച് ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്കകം അവിടെ യുദ്ധം ആരംഭിച്ചു, പശ്ചിമേഷ്യ യുദ്ധം ആരംഭിച്ചു. അപ്പൊ ചില കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഫെബ്രുവരി മാസത്തില് അതെ, തീർച്ചയായിട്ടും ഇസ്രായേലിലുണ്ടായിരുന്നു. ഇന്ത്യൻ വിമാനം ലാൻഡ് ചെയ്ത് മണിക്കൂറുകൾക്കകം യുദ്ധം അവിടെ ആരംഭിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ലോകാരാധ്യനാകുന്നത് അതുകൊണ്ട് തന്നെയാണ്, അത് എല്ലാവർക്കും സ്വീകാരനാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ഒരു പക്ഷെങ്കില് ട്രംപിന് അവിടുന്ന് മാന്യമായിട്ടൊന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഡിക്ലറേഷൻ പോലും നടത്താനാണോ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറുന്നു, അത് വലിയ റെപ്യൂട്ടേഷൻ ആവുമല്ലോ നമ്മുടെ രാജ്യത്ത്. ഏതായാലും സാർ,
ഏതായാലും സാർ നമുക്ക് കാത്തിരിക്കാം അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രി വഴി നടത്തുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് അഭിമാനം കൂടിയാണ്. കാര്യം ഇന്ത്യയെ വിളിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു, അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് എന്ന് തന്നെ നമുക്ക് ധരിക്കാം. അതൊരു ശുഭ സൂചനയായി നമുക്ക് ധരിക്കാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി അയ്യപ്പദാസ്. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ അഭിമാനം, നമുക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി വേണം നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട് കേട്ടോ. ലോകത്തിൽ ഇന്ന് ഇത്രയും കമാൻഡിങ് ഇതായിട്ടുള്ള ഒരു നമ്മൾ കണ്ടില്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലായിടത്തും പൊതു സ്വീകാര്യതയാണ് അദ്ദേഹം. ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം അവരുടെ ഏറ്റവും പരമോന്നത ബഹുമതിയും അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ നമുക്കത് അങ്ങനെ തന്നെ കാണാം. നന്ദി. താങ്ക് യു സാർ.